കലോത്സവത്തിൽ വാദ്യ മത്സരവേദിയിൽ പരാതി പ്രളയം. കലോത്സവത്തിന്റെ മൂന്നാം നാൾ രാവിലെ ചെണ്ടമേളം ആരംഭിച്ച മുതൽ തന്നെ കല്ലുകടി തുടങ്ങി. കലോത്സവത്തിന് കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവാറുള്ള പഞ്ചവാദ്യ മത്സരത്തിന് ശുഷ്കമായ സദസ്സായിരുന്നു. പഞ്ചവാദ്യം നാദവിസ്മയം തീർക്കുമ്പോഴും വേദിയിലെ ആവേശമൊന്നും സദസ്സിൽ കണ്ടില്ല. തിമിലിയും മദ്ദളവും ഇടയ്ക്കയും ഇലത്താളവും കൊമ്പും ഒന്നിനൊന്ന് മികച്ചതായി. സമരപ്പന്തലിന്റെ മാതൃകയിലുള്ള പഞ്ചവാദ്യ മത്സരവേദി കണ്ടപ്പോൾ തന്നെ മത്സരത്തിനായി എത്തിയ കുട്ടികളുടെ പരിശീലകർ പരാതി ഉയർത്തി. കലയോടുള്ള അവഗണനയാണ് ഈ വേദിയെന്നും ഉപജില്ലാ കലോത്സവ വേദിയുടെ നിലവാരം പോലും പുലർത്തിയില്ലെന്നും വാദ്യകലാകാരൻ പാലക്കൽ അജി പറഞ്ഞു. കലാകാരന്മാരെയും മറ്റു ആസ്വദയെല്ലാം മോശമായിട്ടുള്ള സ്റ്റേജാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു പ്രൗഢി ഉണ്ടാവും. ഈ വേദിക്ക് നമ്പർ, ഈ വേദിക്ക് പേരും മറ്റൊന്നും കൊടുത്തിട്ടില്ല. മോശമായ സ്റ്റേജാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ അതിന് പ്രൗഢിയുള്ള സ്റ്റേജാണ് എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത്. ഇത് കലാകാരന്മാരും മറ്റുള്ളവരും തകർന്ന് കാണുന്നില്ല സ്റ്റേജാണ്. എന്തോ സമരത്തിനും മറ്റു ഉള്ളൊരു പന്തൽ കെട്ടിയ തുല്യമായിട്ടുള്ള സ്റ്റേജാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 ടീമുകളാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത്. ഇരു ടീമും എ ഗ്രേഡ് കരസ്ഥമാക്കി. ഇരിങ്ങാലക്കുട ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതായി. ആദ്യമായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിന് വേണ്ടി ജില്ലയ്ക്ക് വരുന്നത്. ഇതിനുമുന്നേ ഇതിനായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ 1.5 മാസത്തെ പരിശീലനത്തിന് ഒടുവിലാണ് ഞങ്ങൾ വന്നത്. ഫസ്റ്റ് അടിച്ചു. ഇനി അടുത്തത് സ്റ്റേറ്റിൽ പോയിട്ട് ഫസ്റ്റ് അടിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു എല്ലാ വിശ്വാസം. അത് എന്തായാലും നേടുന്നതന്നെ ഉറപ്പുണ്ട്. 3 മാസം കൊണ്ടാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കി മത്സരത്തിനായി എത്തിയത്. ആദ്യമായാണ് ഈ കുട്ടികൾ പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. അവിട്ടത്തൂർ രാകേഷ്, തൃക്കൂർക്കുട്ടൻ, കിനൂർ വിവേക് എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു കുട്ടികളുടെ പരിശീലനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു ടീം മാത്രമായിരുന്നു മത്സരത്തിനുണ്ടായിരുന്നത്. നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുട. എന്നാൽ ഈ ടീം പഞ്ചവാദ്യം അവതരിപ്പിച്ചത് ഇരുട്ടിലായിരുന്നു.